ഇന്ന് രാവിലെ തന്നെ തേങ്ങ ചിരണ്ടാനിരുന്നേ, കാരണം എനിക്ക് കൊണ്ടുപോകാനായിട്ട് കുറേ അധികം തേങ്ങ വേണം. അവിടുന്ന് തേങ്ങ വാങ്ങിക്കുന്നത് നഷ്ടമാണ്, പിന്നെ ഒരുപാടൊന്നും കിട്ടത്തുമില്ല കേട്ടോ. അപ്പം ഞാൻ എല്ലാ പ്രാവശ്യവും കൊണ്ടുപോകുന്നത് ഇതുപോലെ കിറ്റിലാക്കി ഫ്രീസറിലാക്കി വെക്കും. നന്നായിട്ട് ചിരണ്ടി കുറേ അധികം തന്നെ ചിരണ്ടി ഫ്രീസറിലാക്കി ഒരു 2-3 ദിവസത്തേക്ക് മുന്നേ ഫ്രീസറിലാക്കി വെച്ചിട്ട് പോകാൻ സമയമാകുമ്പം നമ്മുടെ ഹാൻഡ് ബാഗേജിൽ വെച്ചിട്ടാണ് കേട്ടോ കൊണ്ടുപോകാറുള്ളത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും നന്നായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ഈ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞുങ്ങളുടെ മുടി വെട്ടണം, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പരിപാടിക്കൊക്കെ ആയിട്ട് ഞാൻ ഇറങ്ങി കേട്ടോ. ഐറാമോളുടെ മുടി ഞാൻ ജസ്റ്റ് ഒന്ന് തുമ്പ് ട്രിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത്. പക്ഷേ എന്തോ ഞാൻ ഇങ്ങനെ വെട്ടിയെടുത്തു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഡോറാബുജി കട്ടിൽ ഞാനത് നല്ല വൃത്തിയാക്കി അവരെനിക്ക് കട്ട് ചെയ്ത് തന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കൊച്ചിലെ മുതലേ ഞാൻ അവളുടെ മുടി ഇങ്ങനെയാണ് വെട്ടുന്നത് കേട്ടോ. അങ്ങനെ മുടിയൊക്കെ കട്ട് ചെയ്തു. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കൃഷ്ണാസിൽ എനിക്ക് കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു. അങ്ങനെ ആലപ്പുഴ നമ്മുടെ കൃഷ്ണാസിലേക്ക് വന്നു കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് മെഡിസിൻസ് വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് മെഡിസിൻസും കുഞ്ഞു ബേബിയുടെ മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവൾക്ക് ചെറുതായിട്ട് മൂക്കുവാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കാണിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. ഇനി നോമ്പ് തുറക്കണ്ടേ. വന്ന് കയറിയപ്പോൾ തന്നെ നല്ല തലവേദനയും തലകുളപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വന്നപ്പോൾ വാപ്പച്ചി ആസ് യൂഷ്വൽ നമ്മുടെ പൊരിയൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഐറാമോളും ഞാനോട് അതൊരു പാത്രത്തിലേക്ക് കൊട്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് വാമ്മച്ചിയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന കുറച്ച് ഏത്തപ്പഴം ഇരിപ്പുണ്ടായിരുന്നു. അത് വെച്ചിട്ടൊരു കിണ്ണത്തപ്പവും സെറ്റാക്കി എടുത്തു. ഞാനാണെങ്കിൽ കട്ട് ഫ്രൂട്ട്സ് എല്ലാം റെഡിയാക്കി കേട്ടോ. കട്ട് ഫ്രൂട്ട്സ് കുറച്ച് മാങ്ങയും പേരയ്ക്കയും നമ്മുടെ സിട്രസ് വരുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് നോമ്പ് മുഴുവിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഉപ്പും പഞ്ചസാര ഇട്ടൊരു നാരങ്ങ സർബത്ത് വേണം കേട്ടോ. അപ്പോൾ അത് ഞാൻ റെഡിയാക്കിയെടുത്തു. എല്ലാം സെറ്റാക്കി നമ്മൾ ഡൈനിങ് ടേബിൾ പുറത്താക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഞാൻ പോട്ടെ. ടാറ്റാ ബൈ ബൈ, സീ യു.